വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ ആനുവൽ ഇവാലുവേഷൻ 2023-24 വർഷത്തെ മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയമാണ്. ഓൾറെഡി നമ്മൾ മലയാളം മീഡിയം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മീഡിയം നോക്കാം. ആക്ടിവിറ്റി നമ്പർ 1, ആംഗിൾ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ ഇൻ ദ ഫിഗർ ഈസ് 40 ഡിഗ്രി. എന്താണ് ഇവിടെ ഒരു ഫിഗർ, ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. അതിലെ ഷെയ്ഡ് ചെയ്തിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 40 ഡിഗ്രി ആംഗിൾ ആണ്. ചോദ്യം, വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ദ അൺഷെയ്ഡഡ് പോർഷൻ? ഈ അൺഷെയ്ഡഡ് പോർഷൻ്റെ ആംഗിൾ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇതെന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ്. ഒരു സർക്കിൾ മൊത്തം എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രി ആണ് അല്ലേ? അത് നമുക്ക് എന്ത് ചെയ്താൽ മതി? 360 ഡിഗ്രി -40 ചെയ്താൽ മതി. എത്രയാണ് ഉത്തരമായിട്ട് കിട്ടുന്നത്? 320 ആയിരിക്കും. അപ്പോൾ 320 ആണ് ഇത് എന്ന് പറയുന്നത്, ഇത് മുതൽ ഇതുവരെയുള്ള പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ ആംഗിൾ. ബി ചോദ്യം, വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്? എന്താണ് ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള പാർട്ടില്ലേ, ആ ഒരു സർക്കിളിൻ്റെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ഭാഗമാണ് കൂട്ടുകാരെ? ആകെ നമുക്കറിയാം ഇത് എത്ര ഭാഗങ്ങളായിരിക്കും? 9 ഭാഗങ്ങളായിരിക്കും അല്ലേ? 9 ഭാഗങ്ങളായിരിക്കും. അതിൽ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1/9 എന്ന് എഴുതാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം ആകെ 360 ഡിഗ്രി ആണുള്ളത്. അപ്പോൾ അതിൽ 40 ഡിഗ്രിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 40 ഡിവൈഡഡ് ബൈ 360 എന്നും എഴുതാവുന്നതാണ്. വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് അൺഷെയ്ഡഡ്? അപ്പോൾ അൺഷെയ്ഡ് ചെയ്തിട്ടുള്ള പാർട്ട് ഏതായിരിക്കും കൂട്ടുകാരെ? ഏതാണ്? 9 പാർട്ടാണെങ്കിൽ അതിലെ ഒരു ഭാഗമാണ് ചെയ്തിട്ടുള്ളത്, 8 ഭാഗങ്ങളും ചെയ്തിട്ടില്ല. അപ്പോൾ 8/9 എന്നെഴുതാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെഴുതാം? 320 ആണിത്. അതിലെ 360യിലെ 320 ആണ് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ 320 ഡിവൈഡഡ് ബൈ 360 എന്നും നമുക്ക് എഴുതാവുന്നതാണ്. സിമ്പിളാണ്. ദെൻ ആക്ടിവിറ്റി നമ്പർ 2 നോക്കൂ. ഇൻ ദ ഫിഗർ കോൺ DOC ഈസ് ട്വൈസ് ഓഫ് കോൺ BOC എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? കോൺ BOCയുടെ ട്വൈസ്, 2 മടങ്ങാണ് കോൺ BOC. BOCയുടെ 2 മടങ്ങാണ് DOC എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അഥവാ ഏതാണ് കൂട്ടുകാരെ DOC എന്ന് പറയുന്നത്? DOC എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? DOC ഇതാണ്. ഇതിൻ്റെ 2 മടങ്ങാണ് ഇത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ മെഷർ ഓഫ് കോൺ DOC എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് 36 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 36 + 36 ചെയ്താൽ മതി. എത്രയാണ്? 72 ഡിഗ്രി ആണ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് കോൺ AOE? AOE എന്ന് പറയുന്ന ഇത് എത്രയായിരിക്കും? ഈ കോണ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയായിരിക്കും? ഇത് മൊത്തം 180 ഡിഗ്രി ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇത് എന്ന് പറയുന്നത്? ഇതിൽ നിന്നും മൈനസ് ചെയ്താൽ മതി. ഏതിൽ നിന്നും? 180 - 72 ചെയ്താൽ മതി. അഥവാ 108 ഡിഗ്രി ആയിരിക്കും. ദെൻ അടുത്തത് ഫൈൻഡ് ദ മെഷർ ഓഫ് AOD ആണ്. AOD എന്ന് പറയുന്നത് ഇതാണ്. AOD എന്ന് പറയുന്ന ഇതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എത്രയായിരിക്കും? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോണാണ്. അപ്പോൾ ഇതും 72 ഡിഗ്രി ആയിരിക്കും. ദെൻ നെയിം എനി 2 ലീനിയർ പ്ലാൻ ഇൻ പെയേഴ്സ് ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ നിന്നും ഏതെങ്കിലും 2 ലീനിയർ പെയേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാണെന്ന് കൂട്ടുകാർക്ക് അറിയാം. ഏതാണ് ലീനിയർ പെയർ എന്ന്? കോൺ AODയും കോൺ DOCയും ആയിരിക്കും. ദെൻ അടുത്തത് നോക്കാം. നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി നമ്പർ 3 ആണ്. ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ മഞ്ചാടിക്കുന്ന് UP സ്കൂൾ ഈസ് 2021-22 വാസ് 900 ആണ്. ഓക്കെ, അഥവാ മഞ്ചാടിക്കുന്ന് UP സ്കൂളിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? 2021-22 വർഷത്തിൽ അവിടെ ആകെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 900 ആണ്. ദെൻ 60% ഓഫ് ദം വേർ ഗേൾസ് ആൻഡ് ദ റെസ്റ്റ് വേർ ബോയ്സ്. അതിൽ 60% കുട്ടികളും പെൺകുട്ടികളാണ്, ബാക്കിയുള്ളത് ആൺകുട്ടികളും ആയിരുന്നു. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ ആർ ബോയ്സ്? ഇതിൽ ടോട്ടൽ എത്ര ബോയ്സ് ആണ് ഉണ്ടായിരിക്കുക? ടോട്ടൽ നമുക്കറിയാം 100% ആണ്. ആ 100ൽ നിന്നും എന്ത് ചെയ്യണം? 100% ആണ്. അതിൽ 60% എന്ന് പറയുന്നത് ഗേൾസ് ആണ്. ബാക്കി 40% ആയിരിക്കും ബോയ്സ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഗേൾസ്? ഗേൾസിൻ്റെ നമ്പർ എത്രയായിരിക്കും? ആകെ ഉള്ളത് എത്രയാണ്? 900 കുട്ടികളാണ്. അതിലെ 60% ഗേൾസ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എത്രയായിരിക്കും കിട്ടുന്നത് കൂട്ടുകാരെ? 540 ആയിരിക്കും. ഓക്കെ, ദെൻ
See, the number of students increased by 20% in 2022-23 than in the previous year. അഥവാ മുന്നത്തെ വർഷത്തേക്കാളും 2022-23 ആയപ്പോൾ 20% കുട്ടികൾ കൂടുകയാണ് ചെയ്തത്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 2022-23? അപ്പോൾ 22-23 ആയപ്പോൾ എത്ര കുട്ടികളാണ് അവിടെ ഉണ്ടായിരിക്കുക? നമുക്കറിയാം ആദ്യം ഉണ്ടായിരുന്നത് എത്രയാണ്? 900 ആണ് കുട്ടികൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എത്രയാണ്? 20% കൂടി, അഥവാ 100-നേക്കാളും 20% കൂടി, 120 ആയിട്ട് മാറി, ഡിവൈഡഡ് ബൈ 100. എത്രയായിരിക്കും ഉത്തരം എന്ന് പറയുന്നത്? 1800 ആയിരിക്കും. ഓക്കെ, ദെൻ ഡി, on 2023-24 the number of children increased by 10% than the previous year. What is the percentage of the present number of children compared to the previous year? എന്താണ്? ആദ്യത്തെ ഉള്ള കുട്ടികളിനേക്കാളും 10% കുട്ടികൾ ഡിക്രീസ് ആവുക, കുറയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ എത്ര ശതമാനം കുട്ടികളായിരിക്കും? എത്രയാണ്? 100-ൽ നിന്ന് 10% കുറഞ്ഞു. അപ്പോൾ അവിടെ എത്രയാണ്? 90% ഇപ്പോൾ കുട്ടികൾ ഉണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഫോർത്ത് ആക്ടിവിറ്റി നോക്കാം. റൈറ്റ് ദ ഫ്രാക്ഷൻ ഇൻ ദ ടേബിൾ ആസ് ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റേഴ്സ് 10, 100, 1000 ആൻഡ് റൈറ്റ് ഡെസിമൽ ഫോം. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് കുറച്ച് ഫോംസ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഇതിനെ നമുക്ക് ഡെസിമൽ ആക്കിയിട്ട് എഴുതുകയും വേണം. അതിൻ്റെ ഡെസിമൽ ഫോമാണ് ഇവിടെ എഴുതേണ്ടത്. ഫ്രാക്ഷനും എഴുതണം, അതിൻ്റെ ഡിനോമിനേറ്റേഴ്സും എഴുതിയിട്ട് അതിൻ്റെ ഡെസിമൽ രൂപത്തിലും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1/2 എന്ന് പറയുന്നത് ഈക്വൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 5/10 എന്നുള്ളതാണ്. അതിന് നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻ ആക്കാം? 0.5 ആക്കി മാറ്റാം. ഇനി 1/4 നമുക്ക് എങ്ങനെ ഈക്വൽ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി പറ്റും? നമുക്ക് 25 ഡിവൈഡഡ് ബൈ 100 എന്നാക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഇതിനെ എങ്ങനെയാണ് ഡെസിമലാക്കി എഴുതുക? 0.25 എന്ന് എഴുതാം. ഇനി അടുത്തത് 3 ഡിവൈഡഡ് ബൈ 8 എന്നുള്ളതാണ്. അതിനെ നമുക്ക് 375 ഡിവൈഡഡ് ബൈ 1000 എന്നാക്കി എഴുതാം. ഇതിൻ്റെ ഡെസിമൽ രൂപം എന്ന് പറയുന്നത് 0.375 എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ ഡെസിമലാക്കി എഴുതേണ്ടത്. ഇനി 7 ഡിവൈഡഡ് ബൈ 25 എന്നുള്ളത് 28 ഡിവൈഡഡ് ബൈ 100 ആയിട്ട് മാറും. അതിന് ഡെസിമൽ എന്ന് പറയുന്നത് 0.28 ആണ്. ഇനി 1 ഡിവൈഡഡ് ബൈ 20 ആണ്. അതിനെ 5 ഡിവൈഡഡ് ബൈ 10 ആക്കിയിട്ട് എഴുതാം. അതിൻ്റെ ഡെസിമൽ എന്ന് പറയുന്നത് 0.05 ആയിട്ട് മാറും. ഇനി 3 ഡിവൈഡഡ് ബൈ 5 ആണ്. അതിനെ 6 ഡിവൈഡഡ് ബൈ 10 ആക്കിയിട്ട് എഴുതാം. അതിൻ്റെ ഡെസിമൽ ഫോം എന്ന് പറയുന്നത് 6 ഡിവൈഡഡ് ബൈ 0.6 ആയിട്ട് മാറും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത്. ഇനി ആക്ടിവിറ്റി നമ്പർ 5 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഹാഡ് ഓഡ് നമ്പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ്? ഫാക്ടേഴ്സിലെ ഓഡ് നമ്പർ ആയിട്ട് വരുന്നത് ഇതിലെ ഏതാണ്? 18, 8, 16, 13. ഏതാണ്? 16 ആണ് വരുന്നത്. ഓക്കെ, 16 ആണ്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 12? 12ൻ്റെ ഫാക്ടർ നമ്പർ ഏതാണ്? 6 ആണ്. Then write 20 as the product of prime number. 20 പ്രൊഡക്റ്റ് ആക്കിയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് എഴുതണം. എങ്ങനെ എഴുതാം? 2 × 2 × 5 ആക്കിയിട്ട് എഴുതാം. ഓക്കെ, 2 × 2 എന്ന് പറയുന്നത് 4, 4 × 5 എന്ന് പറയുന്നത് 20. Then write 6 as product of prime numbers and write all its factors. എന്താണ്? 60 പ്രൈം നമ്പർ ആക്കിയിട്ട് പ്രൈം ഫാക്ടർ ആക്കിയിട്ട് എഴുതണം. അതിൻ്റെ എല്ലാ ഫാക്ടേഴ്സും എഴുതുകയും വേണം. എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും നമുക്ക്? 2 × 2 × 3 × 5 എന്നാക്കിയിട്ട് എഴുതാം. ഇനി ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6, then 10, 12, 15, 20, 30, then 60. ഇങ്ങനെയാണ് വരിക. ഇനി അടുത്തത് നോക്കാം. ആക്ടിവിറ്റി നമ്പർ 6 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. It was decided to construct a house for a classmate in Sina's school. Sina's സ്കൂളിലെ ഒരു ക്ലാസ്മേറ്റിന് വീട് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. Given below is the bar diagram showing the amount received by the UP section for this purpose. അപ്പോൾ ഈ പർപ്പസിന് UP സ്കൂളിൽ നിന്നും കിട്ടിയിട്ടുള്ള കുറച്ച് തുകയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഡയഗ്രമാണ് തന്നിട്ടുള്ളത്, ബാർ ഡയഗ്രമാണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് ആൻസർ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, റെഡിയാണോ? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വിച്ച് ക്ലാസ് കളക്റ്റഡ് ദ ലീസ്റ്റ് എമൗണ്ട്? ലീസ്റ്റ് എമൗണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത് ഏതാണ് കൂട്ടുകാരെ? നോക്കൂ, ഇതാണല്ലേ. ഇത് ഏത് ക്ലാസ് ആണ്? 5A ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 5A.
ദെൻ വിച്ച് ആർ ദ ക്ലാസ്സസ് ദാറ്റ് റേസ്ഡ് ഈക്വൽ എമൗണ്ട്, ഏത് ക്ലാസ്സൊക്കെയാണ് ഈക്വൽ എമൗണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത്? ഏതൊക്കെയാണ് ഒന്ന് നോക്കൂ കൂട്ടുകാരെ, ഏതൊക്കെയാണുള്ളത്? ഇവിടെ 6 ഇത് രണ്ടും അല്ലേ, ഇതുമാണ് അല്ലേ, ഇതുമാണ്, അഥവാ 6A അതുപോലെ തന്നെ 7B ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഒബ്റ്റൈൻഡ് ബൈ ദ 5A ആൻഡ് B? 5Aയും Bയും ഒബ്റ്റൈൻ ചെയ്തിട്ടുള്ളത് എത്ര എമൗണ്ട് ആയിരുന്നു? എത്രയാണ് 5A ചെയ്തിട്ടുള്ളത് നോക്കാം നമുക്ക്. 5Aയുടെ 5A എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, 5A എന്നുള്ളത് 4500 ആണ്. ഓക്കെ, 4500. അപ്പോൾ 4500 പ്ലസ് ഏത് ക്ലാസ്സാണ്? 5B ആണ്. 5B എത്രയാണ്? 5000 ആണ്. 5000 ഇത് എത്രയാണ് കൂട്ടുകാരെ? രണ്ടും കൂടെ 9500 ആണ്. ഇനി ഹൗ മച്ച് മോർ എമൗണ്ട് ഈസ് റിസീവ്ഡ് ഫ്രം 7B ആൻഡ് 6B? 6Bയും 7Bയും എത്രയാണ് അവർ തമ്മിലുള്ള വേരിയേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഏതാണ്? 7Bയിൽ എത്രയാണുള്ളത്? 7Bയിൽ എന്ന് പറയുന്നത് 7000 ആണ്. 7000 മൈനസ് 6B എന്ന് പറയുന്നത് ഇവിടെയാണ് 6500 ആണ്. എത്രയാണ് വേരിയേഷൻ എന്ന് പറയുന്നത്? 500 ആണ്. ദെൻ പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ ഡയഗ്രാം. ഈ ഡയഗ്രാമിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. വിച്ച് ക്ലാസ് ഇസ് കളക്റ്റഡ് ദ മോർ എമൗണ്ട് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. നെക്സ്റ്റ് 7th ആക്ടിവിറ്റി ആണ്. ദ ടേബിൾ ബിലോ ഷോസ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ എമൗണ്ട് ബ്രോഡ് ബൈ സം സ്റ്റുഡൻസ് ടു ഇൻവെസ്റ്റ് ഇൻ സ്കൂൾ സേവിങ് അക്കൗണ്ട്. സ്കൂൾ സേവിങ് അക്കൗണ്ടിൽ ചില കൂട്ടുകാർ ഇൻവെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്ന എമൗണ്ട് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. നീര് കൊണ്ടുവന്നിട്ടുള്ളത് 220 രൂപയുടെയാണ്, അഥവാ 22 × 20 ആണ്. 10 rupees ആണ്. 5 × 10 90 ആണ് ടോട്ടൽ. മീനു ആണെങ്കിലോ, മീനു 20 rupees 3 എണ്ണം, അഥവാ 3 × 20 10 രൂപയുടെ 2 എണ്ണം, 2 × 10 80 ആണുള്ളത്. റംല കൊണ്ടുവന്നിട്ടുള്ളത് എങ്ങനെ എഴുതാം നമുക്ക്? 4 ആണ് 20 അല്ലേ, അപ്പോൾ 4 × 20 പ്ലസ് എത്രയാണ്? 4 × 10 ആണ്. എത്രയാണ് ടോട്ടൽ എന്ന് പറയുന്നത് കൂട്ടുകാരെ? 120 ആണ്. മീര കൊണ്ടുവന്നിട്ടുള്ളത് 20 രൂപയാണ്. അപ്പോൾ 1 × 20 പ്ലസ് 8 × 10 ആണ്. ഓക്കെ, എത്രയാണ് ആൻസർ എന്ന് പറയുന്നത്? 100 ആണ്. ഇനി ഇഫ് ദ നമ്പർ ഓഫ് 20 rupees നോട്ട് ആർ ഡിനോട്ടഡ് ബൈ എ, 20 rupeesന് നമ്മൾ എ എന്ന് ഡിനോട്ട് ചെയ്യുക. ദ നമ്പർ ഓഫ് 10 rupees ബൈ ബി, 10 rupeesന് ബൈ എന്നും ഡിനോട്ട് ചെയ്യുക. ദ ടോട്ടൽ എമൗണ്ട് ഈസ് ഡിനോട്ടഡ് ബൈ ടി, ടോട്ടൽ എമൗണ്ടിനെ ടി എന്നും ഡിനോട്ട് ചെയ്യുക. ദെൻ ഹൗ ക്യാൻ യു റൈറ്റ് ദ റിലേഷൻ എമംഗ് ദം? ഇത് തമ്മിലുള്ള റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ടോട്ടൽ എന്ന് പറയുന്നത് ടി ആണ് അല്ലേ, അപ്പോൾ ടി ഈക്വൽ ടു എന്ത് ചെയ്യാൻ പറ്റും? 20A പ്ലസ് എന്താണ്? 10B എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് 8th ആക്ടിവിറ്റി ആണ്. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ ബോക്സ് ഷോൺ ഇൻ ദ ഫിഗർ. ഈ ഫിഗറിലെ വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 80 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ ആൻഡ് 4 സെൻറ്റിമീറ്റർ. എന്ത് ചെയ്താൽ മതി? എല്ലാ അളവുകളും നമുക്കുണ്ട്, ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്താൽ മതി. അഥവാ 80 × 40 × എന്താണ് 10 ഈക്വൽ ടു 30,000 ആണ്. 30,000. What is the maximum number of boxes of length 10 cm, breadth 4 cm and height 2 cm that can be scattered from this box? ഈ ബോക്സിൽ നിന്നും 10 സെൻറ്റിമീറ്റർ ലെങ്ത്തും 4 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും 2 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള എത്ര ബോക്സസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എത്രയാണ് ഇതിൻ്റെ വോളിയം എന്ന് കണക്കാക്കണം. എത്രയായിരിക്കും കൂട്ടുകാരെ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത്? 10 × 2 × 4 ആണ്. എത്രയാണ്? 8 ആണ്. ഓക്കെ, അപ്പോൾ 8 എന്താണ്? സെൻറ്റിമീറ്റർ സ്ക്വയർ ആണല്ലേ, സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് മനസ്സിലായി ഒരെണ്ണം 8 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? 30,000 ഡിവൈഡഡ് ബൈ 8 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും നമുക്ക്?
400 എന്ന് കിട്ടും. അപ്പോൾ 400 നമുക്കതിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇഫ് ദ ലെങ്ത് ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദ ബോക്സ് ഇൻ ദ പിക്ചർ ആർ ഡബിൾഡ്, അപ്പോൾ ഇതിനേക്കാൾ ഡബിൾ ആവുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ വോളിയം, അതിൻ്റെ വോളിയം എത്രയായിരിക്കും? ഹൗ മെനി ടൈംസ് ദിസ് വോളിയം വിൽ ബി ദ വോളിയം ഓഫ് ദ ബോക്സ് ഗിവൺ ഇൻ ദ പിക്ചർ, അതിൻ്റെ എത്ര മടങ്ങ് കൂടെ ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയായിരിക്കും? ഇതിൻ്റെ ഡബിൾ ആവുകയാണ്. അപ്പോൾ 8 സെൻറ്റിമീറ്റർ എന്നുള്ളത് എന്തായിട്ട് മാറും? 160 ആയിട്ട് മാറും. ദെൻ 10 സെൻറ്റിമീറ്റർ എന്നുള്ളത് 20 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. 40 സെൻറ്റിമീറ്റർ എന്നുള്ളത് 80 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. അപ്പോൾ എത്രയാണ്? 2,56,000 ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ എത്ര മടങ്ങാണ്? 8 മടങ്ങായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കി കൂട്ടുകാർ ഇക്വേഷൻസ് ഒക്കെ ചെയ്ത് നോക്കുക, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.